ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCക്ക് BSc നഴ്സിംഗ് 2025 വെച്ചിട്ടുള്ളൊരു സാധ്യത പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു AMCS FNCKയിൽ വരുന്ന ഇൻഡെക്സ് മാർക്ക് 100ൽ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതും ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അതിനുവേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് 3 കാറ്റഗറി വെച്ചിട്ടാണ് റിസർവേഷൻ വരുന്നത്. അതായത് റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഫീസിന് ഇളവോ സ്കോളർഷിപ്പോ ഒന്നുമല്ല ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ് AMCS FNCക്ക് ആ ഒരു പ്രിഫറൻസ് ഉണ്ടാകും. അതുപോലെ റിലീജിയസ് നൺസ് എന്ന് പറഞ്ഞിട്ട് CRS എന്ന് പറഞ്ഞിട്ടും രീതിയിലായിരിക്കും ഇതിൻ്റെ റിസർവേഷൻ വരുന്നത്. അത് കന്യാസ്ത്രീ കുട്ടികൾക്കായിരിക്കും വരുന്നുണ്ടാവുക. നെക്സ്റ്റ് OM എന്ന് പറയുന്നത് ഓപ്പൺ മെറിറ്റ്. അതിനകത്ത് എല്ലാ കാറ്റഗറിയും വരും. SC ST OBC EWS മുസ്ലിം കാറ്റഗറി ജനറൽ എല്ലാ കാറ്റഗറിയും വരുന്നത് ഓപ്പൺ മെറിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു സെക്കൻഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് സ്റ്റാറ്റസ് ആണ്. ഈ രീതിയിലാണ് വരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും, അതിനുശേഷം ഒരു മെയിൻ റാങ്ക് ലിസ്റ്റും വരും. അതിനുശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ എപ്പോഴാണ് എന്നുള്ള അപ്ഡേറ്റ് നമ്മൾ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് ഏതൊക്കെ കാറ്റഗറിക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് പറയാം. ഫസ്റ്റ് നമുക്കിപ്പോൾ ഇതിൽ കാണുന്നത് ഓപ്പൺ മെറിറ്റ് റാങ്ക് 2 എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് 2ാം റാങ്ക് കിട്ടിയ ഓപ്പൺ മെറിറ്റിലെ സ്റ്റുഡൻ്റാണ്. ആ സ്റ്റുഡൻറ്റിന് അലോട്ടഡ് കോളേജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് JMN എന്നാണ്. അതായത് കോളേജിൻ്റെ കോഡാണ് ഈ JMN എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും ഏത് കോളേജാണെന്നുള്ളത്. അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഏത് കോളേജാണെന്നും അതിൻ്റെ കോഡ് ബേസ് ചെയ്ത് സെപ്പറേറ്റ് ഒരു നോട്ടീസ് തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ AMCS FNCK വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ വർഷവും വരും. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കോഡൊന്നും നമ്മൾ പഠിച്ച് വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് കാറ്റഗറി OM പ്രിഫറൻസ് 1 എന്ന് കൊടുത്തിരിക്കുന്നത് ആ കുട്ടി ഫസ്റ്റ് വെച്ച കോളേജ് തന്നെയാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് പ്രിഫറൻസ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡെക്സ് മാർക്ക് 100 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു സബ്ജക്റ്റിന് തന്നെ 120 മാർക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് 100ൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ഇനി അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കൺഫേംഡ്, അതായത് ആ കുട്ടിക്ക് കിട്ടിയപ്പോൾ ആ കുട്ടി കൺഫർമേഷൻ കൊടുത്തു. നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൺഫേം കൊടുക്കണം. കൺഫേം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട്, അതായത് ഇപ്പം നമുക്ക് 2ാമത്തെ കോളേജാണ് കിട്ടിയത്, നമുക്ക് ഈ ഫസ്റ്റ് കോളേജ് തന്നെ വേണം. നമ്മളിത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമുക്ക് സെക്കൻഡ് കോളേജ് തന്നെ കിട്ടും. കൺഫേം കൊടുക്കാതെ നമ്മൾ നെക്സ്റ്റ് വേറൊരു ഓപ്ഷൻ കൊടുക്കണം. അതായത് മേളിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്, മുകളിലത്തെ ആദ്യത്തെ കോളേജിനെ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്, അടുത്ത അലോട്ട്മെൻറ്റിന് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതൊക്കെ മുന്നോട്ടുള്ള അപ്ഡേറ്റിൽ പറഞ്ഞു തരാം. ഇനി ഇവിടെ ഹയർ ഓപ്ഷൻ സ്റ്റാറ്റസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തിരിക്കുന്നത് ആ കുട്ടിക്ക് ഇനി ഒരു ഹയർ ഓപ്ഷൻ വെക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ ഹയർ ഓപ്ഷൻ ആദ്യത്തെ കോളേജ് തന്നെ ആ കുട്ടിക്ക് കിട്ടി. അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് CM എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണ്. അതിൽ 99.7283 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതും ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുള്ള കുട്ടിക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. റാങ്ക് 26 ആ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, CRS കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻറ്റിനാണെങ്കിൽ 88.1667 ആ ഒരു ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് CRS കമ്മ്യൂണിറ്റിയിൽ 72.9167 മാർക്ക് കിട്ടിയ കുട്ടികളാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ലാസ്റ്റത്തെ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ കൺഫേം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അടുത്ത് നോട്ട് ആപ്ലിക്കബിൾ എന്നല്ല, നോട്ട് ക്യാൻസൽഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന പ്രിഫറൻസ് നമ്പർ നോക്കിക്കുക, സെക്കൻഡ്, അതായത് ആ കുട്ടി 2ാമത് വെച്ച കോളേജാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1ാമത് വേറൊരു കോളേജ് ഉണ്ട്, അതിന് ആ കുട്ടി അവിടോട്ട് കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി മുകളിലുള്ള ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ നോട്ട് ക്യാൻസൽഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു 800 എബോവ് സ്റ്റുഡൻസ്, ഇതിൽ തന്നെ നിങ്ങൾക്ക് 829 കാണാം, 800ഓളം സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. അതിൽ കൂടുതൽ, അതിൽ ഇത്ര പേർക്കാണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ കഴിഞ്ഞ വർഷം ടെക്നിക്കൽ ഇഷ്യൂ കാരണം 2 കോളേജസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ്സിലൂടെ അറിയിക്കും. ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് പിന്നീടായിരിക്കും അറിയിക്കുന്നത് കേട്ടോ. അതുപോലെ CM കാറ്റഗറിയിൽ, അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ 91.5000 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ലാസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായി വരുന്നതായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കേട്ടോ.
AMCS FNCKയിൽ വരുന്ന കോളേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി, അമല കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, അസീസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട്, ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, കനോസോ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, കാർബൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, കോളേജ് ഓഫ് നഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻറ്റർ മൂവാറ്റുപുഴ, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ, ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് തൊടുപുഴ, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് മൂക്കന്നൂർ, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി, ലിറ്റിൽ ലൂർത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, ലൂർത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, MOAC കോളേജ് ഓഫ് നഴ്സിംഗ് കോലഞ്ചേരി, മാർസ് ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് പാല, മെരിയ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് തലയോലപ്പറമ്പ്, നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ് കാലിക്കറ്റ്, പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല, SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല, സെമേരിയൻ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, താഞ്ചോ കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂർ, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരിഞ്ഞാലക്കുട, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് പരുമല, സെൻറ്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സെൻറ്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് കട്ടപ്പന, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചൽ, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മഗിരി, സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചങ്ങനാശ്ശേരി, തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് പൂവന്തുരുത്ത് കോട്ടയം. അപ്പോൾ ഇത്രയും കോളേജസാണ് AMCS FNCKയിൽ വരുന്നത്. അപ്പോൾ ഈ കോളേജസിനെ പറ്റിയെല്ലാം മനസ്സിലാക്കി എൻക്വയറി ചെയ്തിട്ട് ഏതൊക്കെ കോളേജസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും അടുത്തുള്ളത് ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ പ്രയോറിറ്റി ചെയ്ത് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇൻഡെക്സ് മാർക്കിലേക്ക് പോകാം. ഇപ്പോൾ സ്ക്രീനിൽ ഞാനൊരു ബുക്കിൽ എഴുതിയത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ സെക്കൻഡ് ഇയറിലെ സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെതും CBSE ICSE സ്റ്റുഡൻസിൻ്റെതും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെത് പറയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുക. അതിപ്പോൾ നമുക്ക് 120-നാണ് മാർക്ക് വരുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 115 ഒരു കുട്ടിക്ക്, അത് കഴിഞ്ഞ് 115 + 114 ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക്. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 344 അത് ഡിവൈഡഡ് ബൈ 1.2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കാണ് 286.6666. ഇനി നമുക്ക് ഇതിൽ ഇംഗ്ലീഷും കൂടി ആഡ് ചെയ്യണം. ഇംഗ്ലീഷ് സ്റ്റേറ്റ് സ്റ്റുഡൻസിന് 100 മാർക്കിനാണ് വരുന്നത്. അതിൽ 91 മാർക്കായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കിട്ടിയ 286.6666 പ്ലസ് 91 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 377.6666 എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ 400-ലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെ ഡിവൈഡഡ് ബൈ 400 ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഡെക്സ് മാർക്ക് പെർസെൻറ്റേജ് ആയിട്ട് കിട്ടും 94.4166%. ഇങ്ങനെയാണ് AMCS FNCKയിലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമുക്ക് CBSE ആൻഡ് ICSE സ്റ്റുഡൻസിൻ്റെ നോക്കാം. ഇവർക്ക് PCBE അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എല്ലാത്തിലും കൂടെ 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാ മാർക്കും കൂടി ഒരുമിച്ച് പ്ലസ് ചെയ്യുക. 90 + 98 + 100 + 100. അപ്പോൾ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 388. അത് 400 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ വിത്ത് 100. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 97 ഈ രീതിയിലാണ് AMCS FNCKയിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഇൻഡെക്സ് മാർക്ക് 100-ൽ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് അവിടെ ഇൻഡെക്സ് മാർക്കായിട്ട് AMCS FNCK അസോസിയേഷനിൽ കാണിക്കുന്നത്. പക്ഷേ ഇതുപോലെ അല്ല PNC MAKയിൽ. അത് നമുക്ക് വേറെ രീതിയിലാണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.